വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 9 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഊമനെ സുഖപ്പെടുത്തുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിടത്തും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. സത്യത്തോടുള്ള വിശ്വസ്തത സംരക്ഷിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം. മനുഷ്യന്റെ സംസാരശക്തി നശിക്കാനിടവരുന്നത് പിശാചിന്റെ ബാധ മൂലമായിരിക്കുമെന്നായിരുന്നു അക്കാലത്തെ സാധാരണ ജനങ്ങളുടെ സാമാന്യ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെട്ട ഊമൻ, സംസാരശക്തിയില്ലാത്ത ആ മനുഷ്യനെ പിശാച് ബാധിതനായിട്ട് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. യേശു ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. ആ മനുഷ്യൻ സംസാരിക്കുന്നത് കണ്ടും കേട്ടും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ വിസ്മയിച്ചു എന്നും മത്തായി രേഖപ്പെടുത്താൻ മറക്കുന്നില്ല. ആ വിസ്മയം ഒരു തരത്തിലുള്ള പറഞ്ഞാൽ യേശുവിനോടുള്ള ആദരവും മതിപ്പുമായി തീർന്നു കാണും. പലരും യേശുവിൽ വിശ്വസിക്കാൻ ഈ ഒരു സംഭവം ഇടവരുത്തി കാണും. എന്നാൽ ഇടുങ്ങിയ ചിന്തയും സ്വാർത്ഥപരമായിട്ടുള്ള മനസ്സും ഉള്ള ഫരീസേയർ ഈ ഒരു സംഭവം ദുർവ്യാഖ്യാനം ചെയ്യാനാണ് ഇടവരുന്നത്. അവരുടെ വ്യാഖ്യാനം യേശു ഈ പിശാചിനെ ഇവനിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഇടവന്നത് പിശാചിന്റെ തലവനായ ബെൽസബൂൽ യേശുവിൽ പ്രവർത്തിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ ബെൽസബൂലിന്റെ ശക്തി കൊണ്ടാണ് യേശു ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇടവന്നിരിക്കുന്നതെന്ന് അവർ പ്രചരിപ്പിക്കാൻ ഇടവന്നു. സത്യത്തോട് വിശ്വസ്തതയും മനസ്സിന്റെ തുറവിയുമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് നോക്കിക്കാണാനുള്ള കഴിവ് അന്നും ഉണ്ടായിട്ടില്ല, ഇന്നുമില്ല, ഇനിയുണ്ടാകാനും ഇടയില്ല എന്ന വസ്തുത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കാം.